കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ജലസേചന വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. ആവശ്യപ്പെട്ട വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേർന്നു. രാജേഷ്, ഏതായാലും ഈ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. രാമലിംഗ റെഡ്ഡിയാണ് ഇപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിട്ടുള്ള രാമലിംഗ റെഡ്ഡി അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തി തനിക്ക് രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. തനിക്ക് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ താൻ ഇതുവരെ കാത്തിരുന്ന വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ രാജി എന്നതാണ്. ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകാത്തതിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് നേരിട്ട് രാജി നൽകിയില്ല. തന്നെ പിന്തുണക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് രാജി നൽകും എന്നതാണ്, അല്ലെങ്കിൽ രാജിക്കത്ത് നൽകുമെന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ രാമലിംഗ റെഡ്ഡി വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ജലസേചന വകുപ്പാണ് രാമലിംഗ റെഡ്ഡിക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇദ്ദേഹം രാജി സമർപ്പിച്ചത് എന്നതാണ്. മന്ത്രിസ്ഥാനം നൽകിയതിന് മുതിർന്ന നേതാക്കൾക്ക് ഇദ്ദേഹം നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും അല്ലെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായി തനിക്ക് പ്രവർത്തിക്കാനാകില്ല എന്നതാണ് രാമലിംഗ റെഡ്ഡി പറയുന്നത്. MLA ആയി പാർട്ടിയിൽ തുടരുമെന്നും ഡി.കെ. ശിവകുമാറുമായോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ തനിക്കില്ല എന്ന് കൂടി ഇപ്പോൾ രാമലിംഗ റെഡ്ഡി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയ വകുപ്പിൽ അതിർത്തി പരസ്യമാക്കി ഈ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ മറ്റു തർക്ക വിഷയങ്ങൾക്കോ താൻ മുതിരുന്നില്ല എന്ന് കൂടി ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബംഗളൂരിലെ നഗരവികസന അല്ലെങ്കിൽ ബംഗളൂരിലെ ചുമതലയുള്ള രാമലിംഗ റെഡ്ഡിക്ക് പ്രധാന വകുപ്പായിട്ടുള്ള ബംഗളൂരു നഗരവികസന വകുപ്പ് വേണമെന്നായിരുന്നു ആവശ്യം. ഇതിൽ നിന്നുമാണ് കഴിഞ്ഞ തവണ ഡി.കെ. ശിവകുമാറിന്റെ വകുപ്പായിട്ടുള്ള ബംഗളൂരു നഗര വികസന വകുപ്പ് മറ്റൊരാൾക്ക് കൊടുത്ത് ജലസേചന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് നൽകിയത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും 8 തവണ മന്ത്രിയായിരുന്ന 8 തവണയോളം MLA ആയിട്ടുള്ള മുതിർന്ന ഒരു കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാമലിംഗ റെഡ്ഡി തനിക്ക് കിട്ടിയ വകുപ്പ് അതിൽ അതിർത്തി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും ഇന്ന് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ എത്താനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ രാജി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ്. മല്ലികാർജുന ഖാർഗെയുടെ ഈ രാജ്യസഭ സീറ്റുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ബംഗളൂരിൽ എത്തുന്നത്. അതിന് മുന്നോടിയാണ് അല്ലെങ്കിൽ അതിന് മുന്നാണ് ഇത്തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ രാജി എന്നത് കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ദീപ്തി, ഏതായാലും കർണാടകയിലാണ് ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ രാമലിംഗ റെഡ്ഡി രാജിവെച്ചത്. ആവശ്യപ്പെട്ട വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.